ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കണതേ സ്മോക്ക് കംപ്ലയിൻറ്റ്, അതായത് ഓയിൽ കത്തി പുക വരുന്നുണ്ട്. അപ്പോൾ സിലിണ്ടർ കിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ സൈഡ് സ്റ്റാൻഡിൻ്റെ അടിഭാഗം തേമാനം വന്ന് പോയിട്ട് നമുക്കതൊന്ന് വെൽഡ് ചെയ്യണേസ് പറഞ്ഞിട്ടുണ്ട് ഈ അടിഭാഗത്ത്. അപ്പോൾ നമുക്ക് സിലിണ്ടറിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്, സിലിണ്ടർ കിറ്റ് അയച്ചിട്ടുണ്ട്. സിലിണ്ടർ കിറ്റ് അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻറ്റ് തന്നെയാണ് പുകയുടെ പ്രശ്നം വരാനായിട്ടുള്ള കാരണം. അപ്പോൾ സിലിണ്ടർ കിറ്റായിട്ട് നമ്മൾ മാറ്റേണ്ടി വരും. പിസ്റ്റണും ഈ സിലിണ്ടർ കിറ്റ് അടക്കം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിലവിൽ സിലിണ്ടർ പിസ്റ്റൺ മാറ്റിയിട്ട് നമ്മളത് ഓക്കെ ആയിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ ഈ വാൽവ്, ഇതിനകത്ത് വരുന്ന ഈ വാൽവ് നമ്മൾ മാറ്റേണ്ടതായിരുന്നു. രണ്ട് വാൽവ് മാറ്റിയിട്ട് അതിൻ്റെ ഗൈഡും മാറണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ചിലമ്പൽ സൗണ്ട്, ഒരു ടിക്കിടിക്കുന്ന മണിയടി പോലെ ഒരു സൗണ്ട് ഉണ്ട്. അപ്പോൾ അത് എൻജിൻ സൗണ്ട് ക്ലിയർ ആകുമ്പോഴത്തേക്കും ആ ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റി കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. പിന്നെ അതേപോലെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന 2 ബെയറിങ്ങുകളും കൂടി കൂട്ടത്തിൽ നമുക്ക് മാറ്റാനുണ്ട്. അത്രയും ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഭാഗം ക്ലിയർ ആവുള്ളൂ. പിന്നെ അതിനകത്ത് ഇതിൻ്റെ എൻജിൻ്റെ അകത്ത് വരുന്ന ഈ ചെയിനാണ് ക്യാം ചെയിൻ എന്ന് പറയും. അതൊക്കെ അതിൻ്റെ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചിലവിൽ ബാക്കിയത്തെ കാര്യങ്ങളും കൂടി കഴിഞ്ഞ് പോയിക്കോളും. അപ്പോൾ എന്തായാലും നമ്മളത് അഴിക്കണ കൂട്ടത്തിൽ ഈ കവർ ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചെയിൻ അടക്കം നമുക്ക് മാറ്റിയിടാം. എന്തായാലും നമ്മൾ അഴിച്ചേക്കാണ്. അപ്പോൾ ആ ചെയിനും മാറ്റി ക്യാം ചെയിൻ ടെൻഷനർ എന്തെങ്കിലും മാറ്റേണ്ടി വരും. അപ്പോൾ ആ കൂട്ടത്തിൽ ചെയിനും മാറ്റിയിടാം. അത്രയും ഭാഗം ഓക്കെ ആയി പൊക്കോളും. പിന്നെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉണ്ടല്ലോ, സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ്സ് അങ്ങനെ കാര്യമായിട്ട് വന്ന കേസല്ല. അപ്പോൾ ഇതിൻ്റെ വരുന്നൊരു ബോൾട്ട്, എഞ്ചിൻ്റെ ഭാഗത്ത് തന്നെ ഈ ഒരു ബോൾട്ടിൻ്റെ ത്രെഡ് കംപ്ലയിൻ്റ് ഉണ്ട്. ഈ ബോൾട്ട് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ത്രെഡിൻ്റെ ഒരു പീസൊക്കെ ഇതിലേക്ക് പോകുന്നേക്കാണ്. അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഇപ്പോൾ നമുക്ക് ഈ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം, ഈ ഹെഡ് വാൽവും മാറ്റി റീസെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ കൊടുത്തിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ വണ്ടിമേന്ന് ഇറക്കിയെടുത്തിട്ട് വേണം ഇത് കൊണ്ടുപോയിട്ട് സ്ലീവ് ചെയ്യാനായിട്ട്. അതിപ്പോൾ നമുക്കിപ്പോൾ അങ്ങടേക്ക് കൊടുത്തു വിടൽ പോസിബിൾ അല്ല. അത് നമ്മൾ അഴിച്ച് ഇവിടെ കാലിലെങ്ങാനും കൊടുത്ത് ത്രെഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ 2 രീതിയിലുള്ള ലെയ്ത്ത് വർക്ക് വരും. ഒന്ന്, നമുക്ക് ഈ ഹെഡ് ലെയ്ത്ത് കയറ്റണതിൻ്റെ വാൽവ് ഗേഡൊക്കെ മാറ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് വരും. ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് അടക്കം മാറ്റി മേടിക്കാം ആ ഒരു ഭാഗത്തേക്ക്. പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ ത്രെഡ് ചെയ്യാനായിട്ട് എൻജിൻ ഫുള്ളായിട്ട് അഴിച്ചതിന് ശേഷം അങ്ങനെ കൊണ്ടുപോയി കയ്യോടെ തന്നെ അത് ചെയ്ത് മേടിച്ച് കൊണ്ടുവരണം ഈ ഭാഗം. അതിന് ശേഷം സെറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, അപ്പം നിലവിൽ വന്നപ്പോൾ ടൈറ്റായിട്ട് ഇരുന്നേ, പക്ഷേ ഇതിനിപ്പോൾ തിരിച്ച് സെറ്റ് ചെയ്യണത് അതിൻ്റെ ത്രെഡ് പോകുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ തിരിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ ബോൾട്ട് ടൈറ്റ് ആവാൻ സാധ്യതയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് വരാനും സാധ്യത കൂടുതലാണ്. ഈ ബോൾട്ട് ടൈറ്റ് ആയിരിക്കും ഉറപ്പായിട്ട് ഓയിൽ ലീക്ക് വരും. അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതിനെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ എൻജിൻ ഓയിൽ ഇപ്പോൾ പറഞ്ഞ രീതിയുടെ ലെവൽ ഇതിനകത്ത് നോക്കുമ്പോൾ സ്റ്റിക്കിൽ ലെവൽ കാണുന്നില്ല, തീരെ അടിഭാഗത്തായിട്ടാണ്. അപ്പോൾ ഒന്നുമല്ല നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മാറ്റി പുതിയത് ഒഴിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ബാക്കിയത്തെ വർക്ക് എന്തായാലും സിലിണ്ടറൊക്കെ മാറ്റി ചെയ്യണത് കൊണ്ട് എൻജിൻ ഓയിൽ മാറ്റി പുതിയത് ഫില്ല് ചെയ്യണമായിരിക്കും ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയക്കേണ്ടതായിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റി പുതിയത് ഇടാം, എയർ ഫിൽറ്റർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ കാർബറേറ്റർ അസംബ്ലി ഫുള്ളായിട്ട് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഈ കാർബറേറ്ററിനകത്ത് തന്നെ വാക്യൂം പിസ്റ്റൺ, ഇതൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. വാക്യൂം പിസ്റ്റൺ അടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ആ ഫംഗ്ഷൻ, നമ്മൾ ആ ചെയ്യുന്ന ഭാഗം ക്ലിയറായി പോകുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. നമുക്ക് ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്നൊരു ധാരണ വേണം. 100% ക്ലിയർ ആയിരിക്കില്ല, ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഇതാണ് നമുക്ക് നിലവിൽ ചെയ്യുമ്പോൾ ഈ സിലിണ്ടർ ഭാഗമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്ത് പോകാന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ സിലിണ്ടർ കിറ്റ് എന്തെങ്കിലും മാറണം. അതേപോലെ തന്നെ വാൽവ് ഗേഡ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ആ സെക്ഷൻ ഞങ്ങൾ കറക്റ്റായിട്ട് പൊക്കോളും. പിന്നെ ഈ ക്യാം ചെയിൻ മാറ്റാൻ പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ അത് നിലവിൽ വലിഞ്ഞ് ഏകദേശം അതിൻ്റെ അഡ്ജസ്റ്റർ മാക്സിമത്തിലേക്ക് ആയി നിൽക്കണേ. കൂട്ടത്തിൽ അഴിച്ച് മാറ്റി ഇടാണെങ്കിലുള്ള മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് അതിന് വേണ്ടിയിട്ടൊരു ചിലവ് ചെയ്യേണ്ട കാര്യമില്ല. കൂട്ടത്തിൽ അത് കഴിഞ്ഞ് പൊക്കോളും. പിന്നെ ഈ എൻജിൻ്റെ ഭാഗം വണ്ടിമേന്ന് അസംബ്ലി ആയിട്ട് പുറത്ത് താഴേക്ക് ഇറക്കണം. അത് ചെയ്യേണ്ടി വന്നത് ഈ ബോൾട്ടിൻ്റെ ത്രെഡ് പോയേക്കണതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ അടിയിൽ ഒരു ചെറിയ പീസ് വെച്ചിട്ട് വെൽഡിങ്ങിനേഴ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടെയ്മർ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഓക്കെ.